വെൽക്കം ബാക്ക് ടു ജാസ് യമ്മി കുക്കിംഗ്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു പൊട്ടാറ്റോ സ്നാക്കും അതുപോലെ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളുടെ എക്സാം ടൈമിലൊക്കെ അവർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസാണ്. മക്കൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സമ്മറിലൊക്കെ നല്ല കൂളായിട്ടിരിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ചെയ്യുന്ന മോനാണ് കേട്ടോ. ഇതിലേക്കായിട്ട് നമ്മൾ കുക്കുംബറും ക്യാരറ്റും മല്ലിയിലയും നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പീലർ യൂസ് ചെയ്തിട്ട് ആ കുക്കുംബറിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ കുക്കുംബറിൻ്റെ സ്കിന്ന് ചില ടൈമിലൊക്കെ നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കിന്ന് ഫുള്ളായിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ആ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പലതവണ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കൈയൊക്കെ മുറിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ടതുള്ളതുകൊണ്ട് ഇപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ കത്തിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും. അപ്പം മോനിവിടെ തനിയെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇവൻ തനിയെ ഉണ്ടാക്കി കഴിക്കാറുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് മല്ലിയില കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മല്ലിയില കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നേരം അത് അത്രയ്ക്കൊന്നും വായിൽ തടയാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കൂടിയിട്ട് ചെറുതായിട്ട് അരിയാം. ഇനി നമ്മളിതിലേക്ക് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചമുളകാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലേക്ക് ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെയും ഇടയ്ക്കൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് റെഡിയാക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമ്മറിലേക്കൊക്കെ നല്ല കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പോൾ മക്കൾക്ക് ഈ ഒരു എക്സാം ടൈമൊക്കെ നല്ല കൂളാക്കി കൊടുക്കാൻ ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ സ്നാക്കാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാളയും തക്കാളിയും ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയിലും പുതിനയിലും എടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ അരിയേണ്ടത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊന്നും സവാളയൊന്നും അങ്ങനെ കടിച്ച് കഴിക്കാൻ അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സവാള അരിഞ്ഞ് ചേർക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തക്കാളിയും വളരെ ചെറിയ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതായിട്ട് ചെറുതായിട്ട് തന്നെ ആ ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ വളരെ കുറച്ച് പുതിനയിലും കൂടി ഇട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം സവാള നമ്മൾ അരിഞ്ഞ ചെറിയൊരു സവാള ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വളരെ കുറച്ച് പുതിനയില ചേർത്തിട്ടുണ്ട്, അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചാട്ട് മസാലയാണ്. അപ്പോൾ ഞാനിവിടെ 3/4 ടീസ്പൂണോളം ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചാട്ട് മസാലയിലൊക്കെ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ സവാളേൻ്റെയും ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ തക്കാളിയുടെയൊക്കെ ഈ ഒരു മിക്സ് നമുക്ക് ഏത് സാലഡിലേക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് ഇതൊരു സാലഡാക്കി മാറ്റാം, ഈ ഒരു സ്നാക്ക് റെഡിയാക്കാം. അതല്ലെങ്കിൽ വേവിച്ച പയറോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പക്ഷേ നമ്മൾ ഇന്നിവിടെ ചേർക്കുന്നത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സാണ്. അപ്പോൾ പൊട്ടാറ്റോ ചിപ്സ് ഇതുപോലെ കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നേരം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഞാനിത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വേഗം തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് നമ്മുടെ ഈ പൊട്ടാറ്റോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ ചിപ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ മുളപ്പിച്ച പയറോ അല്ലെങ്കിൽ വേവിച്ച കടലയോ അങ്ങനെയൊക്കെ എന്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൊട്ടാറ്റോ ചിപ്സ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ സവാളയും അതുപോലെ തക്കാളിയും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് പൊട്ടാറ്റോ ചിപ്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കാരണം പൊട്ടാറ്റോ ചിപ്സ് ചേർത്ത് കൊടുത്ത് നമ്മൾ ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇനി നിങ്ങൾ മുളപ്പിച്ച പയറോ അല്ലെങ്കിൽ വേവിച്ച കടല അങ്ങനെയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടാതെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.